ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങയില പരിപ്പ് കറിയാണ്. മുരിങ്ങയില ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ വളരെ പോഷകമേറിയ മുരിങ്ങയില പരിപ്പ് കറി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. മുരിങ്ങയില പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഇതേപോലെ തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ തിക്കായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല മുരിങ്ങയില പരിപ്പ് കറിയാണ്. ഒരു വട്ടം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ മുരിങ്ങയിലെല്ലാം എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് അരമണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് തോരൻ പരിപ്പും 1/2 ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പരിപ്പ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 4 to 5 വിസിൽ വരേക്കും നമുക്ക് പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപ്പും തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെന്ത് വന്നതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ഒരു 5 വിസിൽ ഇട്ടപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒരു 2 വറ്റൽമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയില ഒക്കെ ഒന്ന് വാടി ഒന്ന് ചുങ്ങി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് ഒന്ന് സിമ്മിൽ വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്ത് 2 മിനിറ്റ് ഒന്ന് ഇലയൊക്കെ ഒന്ന് ചുങ്ങി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നല്ല ചുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പരിപ്പിനെ നല്ലോണം ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നല്ല മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് കുക്കർ കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 2 to 3 മിനിറ്റ് നമുക്കൊന്ന് തിളച്ച് വരണം. ഓൾറെഡി നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാടി വന്നതാണ്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ റെഡിയാവും. ഇനി ഇതുവരേക്കും നമ്മൾ കറിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പരിപ്പ് മുരിങ്ങയില കറിയാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.